അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് വലിയ മഹത്വമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്യണത്. പരലോകത്തെ എല്ലാവരും വിചാരണക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ, കടുത്ത വെയിലിൽ കാത്തിരിക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവിടുത്തെ വെയിലിൽ നോമ്പനുഷ്ഠിച്ചവർ. നോമ്പാവാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വിശപ്പ് സഹിക്കുക, ദാഹം സഹിക്കുക എന്നുള്ളതല്ല നോമ്പിൻ്റെ മാനദണ്ഡം. 6 ക്വാളിറ്റിയാണ് നോമ്പ് സ്വീകാര്യമായ നോമ്പാവാൻ ഉണ്ടാവേണ്ടത്. 1. നോമ്പ് കാലത്ത് പ്രത്യേകിച്ചും കണ്ണുകൊണ്ട് ഒരു ഹറാമും കാണാതിരിക്കുക. 2. ഒരു തെറ്റും കേൾക്കാതിരിക്കുക. 3. അനാവശ്യങ്ങളൊന്നും സംസാരിക്കാതിരിക്കുക. 4. ബാക്കിയുള്ള അവയവങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമാവുക. 5. നോമ്പ് തുറക്കുന്ന നേരത്ത് പ്രത്യേകിച്ചും ശേഷവുമായിട്ട് ഭക്ഷണം അധികരിപ്പിക്കാതിരിക്കുക. നോമ്പിന്റെ ലക്ഷ്യം തന്നെ കുറച്ച് വിശപ്പ് സഹിച്ച് പിശാചിന്റെ എൻട്രിയായ വാതിലെല്ലാം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വിരോധാഭാസം എന്ന നിലയിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ആമാശയം നിറക്കുന്നത് നോമ്പിന്റെ ആത്മീയതയെ ഇല്ലാതാക്കുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നിരീക്ഷിക്കുന്നുണ്ട്. 6. നോമ്പ് തുറക്കുന്ന നേരത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാവണം. എൻ്റെ നോമ്പ് സ്വീകരിക്കുമോ തള്ളുമോ. ഇത് നോമ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഇബാദത്തുകളും പൂർത്തിയാക്കുമ്പോൾ ഈ പേടി ഉണ്ടാവണം എന്നുകൂടി ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാവുന്നതാണ്. നമ്മുടെ നോമ്പ് ക്വാളിറ്റി ഉള്ള നോമ്പാക്കി മാറ്റണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.